ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു യോക്ക് പാറ്റേൺ കുർത്തിയാണ് കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അജ്രക്കിൻ്റെ ഒരു നൈറ്റി ബിറ്റാണ്. പിന്നെ അതിൻ്റെ യോക്കിൽ വെക്കാനായിട്ട് ഒരു അജ്രക്കിൻ്റെ തന്നെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു എ ലൈൻ ടോപ്പ് ചെയ്തിരുന്നു. അതിൻ്റെ ബാലൻസ് വന്ന പീസ് ഞാനത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ്. റെഡിമെയ്ഡ് കുർത്തിയിലൊക്കെ കാണുന്ന ഒരു പാറ്റേൺ ആണിത്. ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പല മെത്തേഡുകളുണ്ട്. ഞാനിവിടെ കാണിക്കുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. തുണി ഞാനിവിടെ 4 ആക്കി മടക്കി എടുത്തിട്ട് ആദ്യം തന്നെ ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. 4 ആക്കി മടക്കിയിടുമ്പോൾ മടക്ക് വശം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കും അതുപോലെ തന്നെ മേൽഭാഗം മടക്ക് വശമാവണം. ഓപ്പോസിറ്റ് സൈഡിലാണ് ഓപ്പൺ സൈഡ് വരുന്നത്. ഇതുപോലെയാണ് നമ്മൾ തുണി 4 ആക്കി മടക്കി ഇടേണ്ടത്. ഇനി നമുക്ക് മേൽഭാഗത്ത് നിന്ന് ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അത് നമ്മുടെ സ്ലീവിന് വേണ്ടിയുള്ളതാണ്. ആം ഹോൾ റൗണ്ട് വരുന്നത് 18 ആണ്. അതായത് നമ്മൾ സ്ലീവായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തെ റൗണ്ട് 18 ആണ്. അപ്പം നമ്മൾ എടുക്കേണ്ടത് അതിൻ്റെ പകുതി 9. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ലെങ്ത്തും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതൊരു നൈറ്റി ബിറ്റ് 3 മീറ്ററിന്റെ നൈറ്റി ബിറ്റ് ആയതുകൊണ്ട് നമുക്കറിയാം ലെങ്ത്ത് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നോക്കാതിരുന്നത്. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിന്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്യണം. ഷോൾഡർ 14 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ പകുതിയാണ് നമ്മൾ എടുക്കേണ്ടത് 7 ഇഞ്ച്. ഇനി അത് കൂടാതെ ബാക്ക് നെക്ക് നമ്മൾ ഡീപ്പ് ആണെങ്കിൽ ഒരു 1/2 ഇഞ്ചും കൂടി മൈനസ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 7 തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ആം ഹോളും 7 ഇഞ്ച് തന്നെയാണ്. ചെസ്റ്റ് വരുന്നത് 40 ഇഞ്ചാണ്. അപ്പൊ നമ്മൾ അതിന്റെ 4-1 ഭാഗം കാണണം 10 ഇഞ്ച്. കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും 1/2 ഇഞ്ച് ലൂസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ആം ഹോൾ കർവ്, ആം ഹോളിന്റെ പകുതിയിൽ നിന്ന് തുടങ്ങി ഈ കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒന്ന് ഷേപ്പ് ചെയ്ത് നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് താഴ്ഭാഗത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആംപിറ്റിന്റെ അവിടെ ടൈറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഷോൾഡറിൽ നിന്നും താഴേക്ക് ഒരു 13 ഇഞ്ച് നമ്മുടെ ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്യുക. കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും. ഇനി നമുക്ക് ഷേപ്പിന്റെ ആ ഭാഗത്തെ വണ്ണം അത് വരുന്നത് 34 അപ്പൊ അതിന്റെ 4-1 ഭാഗം കാണണം 8.5. അതിന്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും 2 ഇഞ്ച് തയ്യൽ തുമ്പും ആഡ് ചെയ്യുക. ഇനി സ്ലിറ്റിന്റെ ഭാഗത്തേക്കുള്ള ലെങ്ത്, അതായത് ഹിപ്പ് ലെങ്ത് 21 ഇഞ്ചാണ്. കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും. ഇനി നോക്കേണ്ടത് ആ ഭാഗത്തെ വണ്ണം. എനിക്കിവിടെ വരുന്നത് 40 ഇഞ്ചാണ്. അപ്പൊ 4-1 ഭാഗം 10. കൂടെ 1/2 ഇഞ്ച് ലൂസിനും 1 ഇഞ്ച് സ്ലിറ്റിനും വേണ്ടി എടുക്കാം. ഇനി നമുക്ക് താഴ്ഭാഗത്തെ വിടുത്ത് നോക്കാം. ഹിപ്പ് സൈസ് വരുന്നത് 10 ഇഞ്ചാണ്. അത് തന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടത്. 10ഉം പിന്നെ ഒരു 1/2 ഇഞ്ച് ലൂസും 1 ഇഞ്ച് സ്ലിറ്റിനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി സ്ലിറ്റിന്റെ ഷേപ്പിന് വേണ്ടിയിട്ട് ഇവിടെ 1 ഇഞ്ച് എക്സ്ട്രാ കൂടി നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അത് 1 ഇഞ്ച് കൊടുക്കാം, 1.5 ഇഞ്ചൊക്കെ കൊടുക്കാം. കൂടുതൽ വിരിവ് വേണമെന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത എല്ലാ പോയിന്റുകളും ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. ഈ ഭാഗം നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് നെക്ക് വിടുത്ത് നോക്കാം. 6 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 3 ഇഞ്ച്. ക്യാൻവാസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് 3 ഇഞ്ച് തന്നെ നമുക്ക് എടുക്കാം. ഇനി ലെങ്ത്ത് വരുന്നത് 5 ഇഞ്ചാണ്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ച്. ഇനി ബാക്ക് നെക്കിന് നമ്മൾ ക്യാൻവാസ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ 2.25 എടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3 കിട്ടും. ഇനി ലെങ്ത്ത് വരുന്നത് 3 ഇഞ്ചാണ്. നമുക്ക് ഇതുപോലെ ഒരു ബോക്സ് വരച്ചിട്ട് നെക്ക് ഷേപ്പ് ചെയ്യാം. ഞാനിവിടെ ഷേപ്പ് ചെയ്യുന്നേ ഉള്ളൂ, കട്ട് ചെയ്തെടുക്കുന്നില്ല ക്യാൻവാസ് യൂസ് ചെയ്യുന്നത് കൊണ്ട്. ഇനി 1/2 ഇഞ്ച് ഇതുപോലെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. ഇനി ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വെട്ടണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ബാക്ക് ആം ഹോളിനേക്കാളും 1/2 ഇഞ്ച് കുഴിച്ച് വേണം ഫ്രണ്ട് ആം ഹോള് കട്ട് ചെയ്യാൻ. മുകളിൽ നിന്ന് വേണം ഷേപ്പ് തുടങ്ങാൻ. ആം ഹോൾ ലെങ്ത്തിന്റെ പകുതി നമ്മൾ 3.5 മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഈ പോയിന്റിന്റെ ഉൾവശത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതിലൂടെ വേണം നമ്മളെ ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കാൻ. ഇതുപോലെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ആം ഹോൾ കട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട് ആം ഹോൾ അല്ല, ബാക്ക് ആം ഹോൾ ആണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മാർക്ക് ചെയ്ത കട്ടിംഗ് ലൈൻ ഉണ്ടല്ലോ, അതിലൂടെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം സ്ലീവ് കട്ട് ചെയ്യാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഇതുപോലെ 2 സ്ലീവും ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ സൈഡാണ് നമ്മളുടെ ഭാഗത്തേക്ക് വരേണ്ടത്. മേൽഭാഗത്താണ് മടക്ക് വശം. ആ മടക്ക് വശത്താണ് നമ്മുടെ സ്ലീവിന്റെ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. എത്രയാണോ നമുക്ക് വേണ്ട ലെങ്ത് അതിന്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിവിടെ വരുന്നത് 17 ഇഞ്ചാണ്. ഞാനിത് 17 ഇഞ്ചും എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആം ഹോൾ റൗണ്ട്. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 18 ആണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് 9 ഇഞ്ചാണ്. അത് നമ്മൾ നേരത്തെ തന്നെ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തതാണ്. നമ്മുടെ ബോഡി പാർട്ടിൽ നിന്ന് നമുക്ക് ആം ഹോൾ റൗണ്ട് കണ്ടുപിടിക്കാം. ഇതുപോലെ മെഷർ ചെയ്തെടുത്താൽ മതി. ചെസ്റ്റിന്റെ ഭാഗം വരെ നമ്മൾ മെഷർ ചെയ്താൽ മതി. തയ്യൽ തുമ്പ് ആഡ് ചെയ്യേണ്ടതില്ല. ഇനി ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മുടെ സ്ലീവിന്റെ ഷേപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി മേൽഭാഗത്ത് നിന്ന് ഈ 3.5യിലേക്ക് ഇതുപോലെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുക. എന്നിട്ട് അതിന്റെ മിഡിൽ പോയിന്റ് മാർക്ക് ചെയ്തെടുക്കുക. ഇനി സെന്റർ പോയിന്റിന്റെ മേൽഭാഗത്തേക്ക് ഒരു 1/2 ഇഞ്ചും അവിടെ നിന്നും താഴ്ഭാഗത്തേക്ക് ഒരു 1/4 ഇഞ്ചും ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമ്മുടെ സ്ലീവിന്റെ താഴ്ഭാഗത്തെ റൗണ്ട് മാർക്ക് ചെയ്യാം. ഇതുപോലെയാണ് നമ്മൾ നോക്കേണ്ടത്. എവിടെയാണോ നമ്മുടെ സ്ലീവിന്റെ എൻഡ് വരുന്നത് ആ ഭാഗത്തെ റൗണ്ട് നോക്കുക. ആ ഭാഗത്ത് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ നോക്കുക. അതല്ല ടൈറ്റ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് 11 ആണ്. അപ്പം അതിൻ്റെ പകുതി 5.5 മാർക്ക് ചെയ്തിട്ടുള്ളത്. കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. സ്ലീവ് രണ്ടും കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് സെന്ററിൽ ഇതുപോലെ ഒരു നോച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് യോക്കിന്റെ മെഷർമെന്റ് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള പീസിന്റെ ലെങ്ത് വരുന്നത് 16 ഇഞ്ചാണ്. അതുപോലെ തന്നെ വിഡ്ത്ത് വരുന്നത് 13.5 ഇഞ്ചാണ്. നമുക്കിതിനെ 2ആയി മടക്കി വെക്കാം. ഇനി നമുക്ക് വേണ്ട ലെങ്ത് 14 ഇഞ്ചാണ്. 14 ഇഞ്ചിന്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർക്കണം. അങ്ങനെ 15 ഇഞ്ച് ലെങ്ത് ആണ് വേണ്ടത്. ലെങ്ത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാട്ടോ. 13ഓ 12ഓ എത്രയാണെങ്കിലും നമുക്ക് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം.
ഇനി മേൽഭാഗത്തെ വീതി വേണ്ടത് നമ്മൾ ഷോൾഡർ എടുത്തിരിക്കുന്നത് 7 ഇഞ്ചാണ്. അതിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്ത് 6 ഇഞ്ചാണ് നമ്മൾ മേലെ എടുക്കേണ്ടത്. പിന്നെ താഴ്ഭാഗത്ത് അതിൽ നിന്നും 1 ഇഞ്ചും കൂടി മൈനസ് ചെയ്ത് 5 ഇഞ്ചാണ് താഴ്ഭാഗത്തും എടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ബക്കറ്റ് ഷേപ്പ് നെക്ക് കിട്ടുകയുള്ളൂ. ഇനി നമ്മുടെ യോക്ക് പീസ് എടുത്തിട്ട് ബോഡി പാർട്ടിന്റെ നല്ല ഭാഗത്ത് വെച്ചു കൊടുക്കാം. അതായത് ബോഡി പാർട്ടിന്റെ നല്ല ഭാഗവും യോക്ക് പീസിന്റെ ചീത്ത ഭാഗവും ഒരുമിച്ചാണ് വെക്കേണ്ടത്. എന്നിട്ട് യോക്കിന്റെ 3 സൈഡും 1/4 ഇഞ്ച് വീതം ഉള്ളിലേക്ക് മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല ഭാഗത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നെക്ക് വിഡ്ത്ത് വരുന്നത് 6 ഇഞ്ചാണ്. അതിന്റെ കൂടെ 2 ഇഞ്ചും കൂടി കൂട്ടണം. അപ്പോൾ 8 ഇഞ്ചാണ് നമ്മളെ ക്യാൻവാസിന്റെ വിഡ്ത്ത് വേണ്ടത്. ഇനി ലെങ്ത് വേണ്ടത് 5 ഇഞ്ചാണ് നമ്മുടെ നെക്കിന്റെ ലെങ്ത് വരുന്നത്. അതിന്റെ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടുക. അപ്പൊ 6 ഇഞ്ച് ലെങ്ത്തും 8 ഇഞ്ച് വിഡ്ത്താണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇതുപോലൊരു പീസ് തുണി എടുത്തിട്ട് അതിന്റെ ചീത്ത ഭാഗത്തേക്ക് നമുക്ക് ക്യാൻവാസിനെ വെച്ച് കൊടുത്ത് അയൺ ചെയ്തെടുക്കണം. ക്യാൻവാസിന്റെ ഗ്ലേസിംഗ് ഉള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമാണ് നമ്മൾ തുണിയിൽ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ടൊരു മീഡിയം ചൂടിൽ വേണം അയൺ ചെയ്തെടുക്കാൻ. ശേഷം ക്യാൻവാസിന്റെ ചുറ്റിലും നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടു കൊടുക്കുക. ബാക്കി തുണിയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഇത് അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ക്യാൻവാസ് ഇതുപോലെ മടക്കി നമുക്ക് സെന്ററിൽ ഒരു നോച്ചിട്ട് കൊടുക്കാം. ഇനി യോക്ക് പീസിന്റെ മേലെ ഇതുപോലെ വെച്ചു കൊടുക്കുക. സെന്റർ കറക്റ്റ് ആയിട്ട് വേണം വെച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ കൊടുത്ത ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിന്റെ അരികിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ സെന്ററിലും നമ്മളൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ, അതിലൂടെയും ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. സെന്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാതിരിക്കാനാണ്. ഇപ്പോൾ ഇതേ നമ്മൾ സെന്ററിലും സ്റ്റിച്ച് കൊടുത്തു, അതുപോലെ തന്നെ നെക്കിന്റെ ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നിന്ന് ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ചിൽ ഞാനൊരു ഗ്രീൻ ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ മാർക്കിങ്ങിലൂടെ വേണം നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാൻ. ശേഷം നമുക്ക് നെക്കിന് ചുറ്റിലും കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ക്യാൻവാസ് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയെടുക്കാം. ഇനി നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം രണ്ടാമതായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ഹെം ചെയ്തെടുക്കാം. ബാക്ക് നെക്കിൽ നമ്മൾ ക്യാൻവാസ് അല്ല വെക്കുന്നത്, ഇതുപോലെ ഒരു ഫേസിംഗ് ആണ് വെക്കുന്നത്. ഇത് നമ്മളൊരു 1.5 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിലൊരു സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം സ്റ്റിച്ചിൽ കൊള്ളാതെ നമുക്ക് കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ബാക്ക് പീസിന്റെ മേലേക്ക് ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്ത് നീറ്റാക്കി കറക്റ്റാക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ കൂടുതലായിട്ട് നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം. ഇനി അതിനുശേഷം ബാക്ക് പീസിന്റെ നെക്ക് ഉണ്ടല്ലോ, അത് ഓപ്പൺ ആക്കി വെക്കുക. ഇതുപോലെ ഓപ്പൺ ആക്കി വെച്ചിട്ട്
അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ബാക്ക് പീസ് കൊണ്ട് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ കവർ ചെയ്തെടുക്കാം. ഇത് തന്നെ രണ്ട് സൈഡിലും ഇതുപോലെ വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് വീതം കൊടുക്കുക. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ഭാഗങ്ങളുണ്ടല്ലോ, ഈ 2 കോർണർ സൈഡ് അവിടെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം അതല്ലെങ്കിൽ ആ ഭാഗത്തൊന്ന് ബൾജ് ചെയ്ത് നിൽക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ല ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ആദ്യം തന്നെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം രണ്ടാമതായിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനു മുമ്പായി സ്ലീവിന്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ആദ്യം 1/2 ഇഞ്ചിലും പിന്നീട് 1/2 ഇഞ്ചിലും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ബോഡി പാർട്ടിന്റെ നല്ല ഭാഗവും സ്ലീവിന്റെ നല്ല ഭാഗവും ചേർത്ത് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം സെന്റർ ഭാഗത്ത് നിന്ന് ഒരു സൈഡിലേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും സെന്ററിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ 2 സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് വീതം കൊടുക്കണം. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കണം. സ്ലീവിന്റെ ആ ഭാഗത്ത് നിന്ന് അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ആദ്യം തന്നെ സ്ലീവിന്റെ റൗണ്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ. ഇതുപോലെ ഒപ്പം പിടിച്ച് വെച്ചിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. സ്ലീവിന്റെ അവിടുന്ന് തുടങ്ങിയിട്ട് ചെസ്റ്റിലേക്കും വേസ്റ്റിലേക്കും പിന്നെ ഹിപ്പ് ലെങ്ത് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതൊരു സ്ലിറ്റുള്ള ടോപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ഹിപ്പിന്റെ അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നത്. അതിനുശേഷം നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും നമുക്ക് ഹിപ്പ് ലെങ്ത് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലിറ്റ് നോക്കാം. ഈ മാർക്കിംഗ് വരെ സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട്. ഈ മാർക്കിംഗ് തുടങ്ങി താഴേക്ക് നമുക്ക് സ്ലിറ്റ് കൊടുക്കാം. നമുക്ക് സ്ലിറ്റിന് 3/4 ഇഞ്ച് എടുക്കാം, 1 ഇഞ്ച് എടുക്കാം, 1.25 ഇഞ്ചൊക്കെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ 1.25 ഇഞ്ച് എടുക്കുന്നത് നല്ലത് തന്നെയാണ്. കാരണം നമ്മൾ കുറച്ച് തടി വെക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ സൈഡിൽ നമ്മളൊരു സ്റ്റിച്ച് അഴിച്ചിടും അല്ലേ. അങ്ങനെ ഹിപ്പ് വരെ നമുക്ക് ലൂസ് കൂട്ടി എടുക്കാൻ പറ്റും. അപ്പോൾ 1.25 ഇഞ്ചിന്റെ സ്ലിറ്റ് ആണെങ്കിൽ അതും നമുക്ക് അഴിച്ചിട്ട് ലൂസ് കൂട്ടി എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ 1.25 ഇഞ്ചിന്റെ സ്ലിറ്റും നല്ലത് തന്നെയാണ്. ഞാനിവിടെ 1 ഇഞ്ച് താഴ്ഭാഗം വരെ മാർക്ക് ചെയ്ത് ഇതുപോലെ ലൈനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ലൈനിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഈ കൊടുക്കുന്ന സ്റ്റിച്ച് നമ്മൾ പിന്നീട് അഴിച്ചു കളയുന്നതാണ്. നമുക്ക് സ്ലിറ്റ് സിമ്പിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണിത്. നമുക്ക് മെഷീനിൽ നമ്മൾ സ്റ്റിച്ചിന്റെ ലെങ്ത് ഉണ്ടല്ലോ, അതൊന്ന് കൂട്ടിക്കൊടുക്കാം. ഇപ്പൊ 3-ലാണ് കിടക്കുന്നത്, അതിനെ നമുക്കൊന്ന് 4 കൊടുക്കാം. കാരണം ഈ സ്റ്റിച്ച് പെട്ടെന്ന് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കൊടുത്ത ലൈനിലൂടെ നമുക്ക് താഴ്ഭാഗം വരെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. താഴെയും മേലെയും നമ്മൾ ഒരുപോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത്, അതായത് 1 ഇഞ്ച് തന്നെ. പിന്നെ 2 പീസും ഒരു സൈഡിലെ 2 പീസും ഒരുമിച്ച് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിനെ ഒന്ന് നിവർത്തി നോക്കാം. നമുക്ക് ഇതേപോലെയാണ് കിട്ടുക. എന്നിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ അയൺ ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നഖം വെച്ചുകൊണ്ട് തന്നെ ഒന്ന് നിവർത്തിയിടാം. ഇനി ഉൾഭാഗത്ത് ഇതേപോലെ ഒരു മാർക്കിംഗ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മളെ സ്ലിറ്റിന്റെ ഓപ്പണിംഗ് അതാണ്. ഇത് നമ്മൾക്ക് വിട്ടുപോകരുത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കിംഗ് കൊടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ നഖം വെച്ച് മേൽഭാഗം തുടങ്ങി താഴ്ഭാഗം വരെ നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 1 ഇഞ്ച് ഉണ്ടല്ലോ, ഈ 1 ഇഞ്ചിനെ ഒന്ന് മടക്കുക, പകുതിയാക്കി മടക്കുക. അതായത് 1/2 ഇഞ്ചിൽ ഒന്ന് മടക്കി കൊടുക്കാം. അങ്ങനെ താഴ്ഭാഗം വരെ നമുക്ക് മടക്കാം. 1/2 ഇഞ്ചിൽ ഒന്ന് മടക്കി കൊടുക്കാം. നമ്മൾ നഖം വെച്ചൊന്ന് പ്രസ് ചെയ്താൽ മതി. ഇതിപ്പോ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ നഖം കൊണ്ട് പ്രസ് ചെയ്യാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ നമുക്ക് പേൾ പിന്ന് കുത്തി കൊടുക്കാം, അതല്ലെങ്കിൽ അയൺ ചെയ്തെടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ മടക്കും കൂടി കൊടുക്കാം. അതായത് ഇനി ഒരു 1/2 ഇഞ്ചിലും കൂടി മടക്കി കൊടുക്കാം. ഇതുപോലെ താഴ്ഭാഗം വരെ മടക്കി കൊടുക്കാം. ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് മേലേക്ക് ഒരു 1/2 ഇഞ്ചും കൂടി കയറ്റി വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി ഇതുപോലെ തന്നെ താഴത്തെ പീസിലും നമ്മൾ 1/2 ഇഞ്ച് മടക്കി കൊടുക്കണം. എന്നിട്ട് ഈ താഴ്ഭാഗത്തുനിന്ന് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാൻ. ആ സൈഡിലൂടെ, ആ അരികിലൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാൻ. താഴത്ത് നിന്ന് മേൽഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ സ്ലിറ്റിന് വേണ്ടി 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ 1 ഇഞ്ച് ഭാഗത്ത് നമുക്ക് മടക്കി കൊടുക്കാം. ഇതുപോലെ ആദ്യം ഒരു 1/2 ഇഞ്ചിലും അതിനുശേഷം ഒരു 1/2 ഇഞ്ചിലും കൂടി മടക്കി കൊടുക്കാം. അത് തന്നെ താഴത്തെ ഭാഗത്ത് മടക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് ആ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ തുണി ഇതുപോലെ നിവർത്തിയിടണം. അതിനുശേഷം വേണം താഴ്ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ. ഇടയ്ക്കിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടിഭാഗത്തായിട്ട് തുണി മടങ്ങി കിടക്കണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ലിറ്റിന്റെ ഓപ്പണിങ്ങിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ മാർക്കിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു 1/2 ഇഞ്ചും കൂടി മേലേക്ക് നീക്കി സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. ഇപ്പതേ ആ മാർക്കിന്റെ മേലെയായിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇനി സൂചി കുത്തി നിർത്തിയിട്ട് നമുക്ക് ഫൂട്ട് ഒന്ന് പൊന്തിച്ചു കൊടുക്കാം. അതിനുശേഷം തുണിയെ നമുക്ക് ഇതുപോലെ ഒന്ന് ടേൺ ചെയ്ത് വെക്കാം. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ നമ്മൾ മടക്കി കൊടുക്കാം. ഇനി മടക്കിയതിന് ശേഷം ഫൂട്ട് താഴ്ത്തി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കടക്കാം.
അങ്ങനെ ഈ സൈഡിൽ കടന്നതിന് ശേഷം ഇതുപോലെ തന്നെ സൂചി കുത്തി നിർത്തി ഫൂട്ട് പൊന്തിച്ച് തുണി നമുക്കൊന്ന് ടേൺ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ടേൺ ചെയ്ത് കൊടുത്തിട്ട് ഫൂട്ട് താഴ്ത്തി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴ്ഭാഗം വരെ നമുക്ക് ഈ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ സൈഡിൽ നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പൊ രണ്ട് സ്ലിറ്റും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം കൊടുത്ത സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിനെ നമുക്ക് അഴിച്ചു കളയണം. ഇതുപോലെ ഒരു ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അഴിച്ചെടുക്കാം. ഇതുപോലെ നിൽക്കുന്ന നൂലുകളൊക്കെ നമുക്ക് എടുത്ത് കളയണം, എന്നാലേ നമുക്കൊരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. ഇപ്പൊ നമ്മൾ സ്ലിറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റിച്ചും കൂടി കൊടുക്കാനുണ്ട്. നമുക്ക് വി സ്റ്റിച്ച് കൊടുക്കാം. അതായത് താഴ്ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് മറ്റേ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ സ്ലിറ്റ് നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവർക്ക് പോലും വളരെ നീറ്റായിട്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. ഇനി താഴത്തെ ഭാഗം ഇതുപോലെ അര ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.